ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. In the name of Allah, the Beneficent, the Merciful. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെയേറെ സ്നേഹബഹുമാനം നിറഞ്ഞ ശ്രോതാക്കളെ, പരിശുദ്ധമായ റമളാനിൻ്റെ ശ്രേഷ്ഠതയേറിയ ദിനരാത്രങ്ങളിലൂടെയാണല്ലോ നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ കർമ്മത്തിന് വലിയ പ്രതിഫലം അല്ലാഹു തആല നൽകുകയാണ്. സുന്നത്തിന് ഒരു ഫർളും, ഫർളിന് 70 ഫർളും, അതുപോലെ ഒരു രാത്രിയിൽ തന്നെ 1000 മാസങ്ങളോളം ഇബാദത്ത് ചെയ്താൽ പ്രതിഫലം നൽകുന്ന ലൈലത്തുൽ ഖദറും ഒക്കെ സംവിധാനിച്ച ഒരു വലിയ ഓഫർ ദിനരാത്രങ്ങളാണ് റമദാൻ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് കുറേ ദിനരാത്രങ്ങൾ നമുക്ക് കഴിഞ്ഞു. അതിലേറെ ദിനരാത്രങ്ങൾ വരാനിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രവാസ സുഹൃത്തുക്കളെല്ലാം യുദ്ധത്തിൻ്റെ ഭീതിയിലും നടുക്കത്തിലുമാണ്. അല്ലാഹു തആല പരിശുദ്ധ റമളാനിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് എല്ലാ വിഷമങ്ങളും എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ശാന്തിയും സമാധാനവും നൽകുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യാൻ. നോമ്പും നിസ്കാരവും സ്വതക്കയും ഖുർആനോത്തും അങ്ങനെ തുടങ്ങി ധാരാളം സൽക്കർമ്മങ്ങളെ കൊണ്ട് നാം റമളാനിനെ ധന്യമാക്കുകയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് അൽ ഇഅ്തികാഫ് ഫിൽ മസാജിദ്, പള്ളികളിൽ ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത്. അതായത് ലുസൂമുൽ മസ്ജിദി ബിനിയത്തി തഅബ്ബുദി ബിഹി. നാം പള്ളിയിൽ അള്ളാഹുവിനെ ആരാധന ചെയ്യുന്നു എന്ന നിയ്യത്തോടുകൂടെ നാം പള്ളിയിൽ സമയം ചെലവഴിക്കുന്നതിനെയാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അപ്പോൾ പള്ളിയായിരിക്കണം എന്നാണ്. അതുപോലെ ചെറിയൊരു തസ്ബീഹിൻ്റെ സമയമെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. മാക്സിമം എത്ര എന്ന് അതിന് കണക്കില്ല. അതിൻ്റെ ഹുക്കുമ് സുന്നത്താണ്, വിധി സുന്നത്താണ്. അതേസമയത്ത് അതിനെ നേർച്ചയാക്കിയാൽ ഫർളായി മാറും. റമദാൻ മാസത്തിൽ സുന്നത്തായ ഇഅ്തികാഫിനെ നമ്മൾക്ക് നേർച്ചയാക്കാം. നേർച്ചയാക്കുമ്പോൾ അതിനെ പറഞ്ഞിരിക്കണം. പറയുമ്പോഴാണ് ഒരു കാര്യം നേർച്ചയായി മാറി. വെറും കരുതിയാൽ നേർച്ചയാവില്ല. അപ്പോൾ നമ്മൾ എന്നാലിന്ന പള്ളിയിൽ ഇഅ്തികാഫിരിക്കാൻ ഞാൻ നേർച്ചയാക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ അത് നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാവുന്നു. പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ നേർച്ചയാക്കിയ ഇഅ്തികാഫ് ഞാൻ ഈ പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നു എന്ന് കരുതണം. അപ്പോൾ നമുക്ക് ഫർളായ ഇഅ്തികാഫ് ആകുന്നു. 70 ഫർളിൻ്റെ പ്രതിഫലം ലഭിക്കുന്നു. ഒരു സുന്നത്തിനെ നമ്മൾ ഫർളായി കൺവേർട്ട് ചെയ്തു, അതുകൊണ്ട് നമ്മൾക്ക് 70 ഫർളിൻ്റെ പ്രതിഫലം കിട്ടി. സ്ത്രീകൾക്കും ഇഅ്തികാഫ് സുന്നത്താണ്, പക്ഷേ നിബന്ധനകളുണ്ട്. അതായത് ഫിത്ന ഭയപ്പെടാൻ പാടില്ല. അതുപോലെ സ്ത്രീകൾക്ക് പ്രത്യേകം ഒരുക്കപ്പെട്ടിരിക്കണം, സങ്കലനം ഒഴിവാവണം. അതുപോലെ ഭർത്താവിൻ്റെ രക്ഷിതാവിൻ്റെ സമ്മതം ഉണ്ടായിരിക്കണം. അതുപോലെ സ്ത്രീകൾക്ക് നിർണിതമായ ചില ഗാർഹിക നിർബന്ധ ബാധ്യതകളുണ്ടാകും, അതിന് ഭംഗം വരുത്തുന്ന രൂപത്തിലാവരുത്. അതുപോലെ ഏറ്റവും ശ്രേഷ്ഠത ഇഅ്തികാഫ് മസ്ജിദുൽ ഹറാം, കഅബ ഉൾക്കൊള്ളുന്ന പള്ളിക്കാണ്. 2 മസ്ജിദുൽ നബവി, 3 ബൈത്തുൽ മുഖദ്ദസ്, പിന്നീട് ജുമുഅ നടക്കുന്ന പള്ളികൾ, പിന്നെ മറ്റു പള്ളികളായിരിക്കണം. വീട്ടിൽ നിസ്കരിക്കാൻ വേണ്ടി ഒരുക്കപ്പെട്ട സ്ഥലത്ത് കുറേ നേരം ഇരുന്നത് കൊണ്ട് ഇഅ്തികാഫ് ലഭിക്കില്ല. അതേസമയത്ത് അവിടെ ഇരുന്ന് ഖുർആനൊക്കെ ഓതിയാൽ ഖുർആൻ ഓതിയ പ്രതിഫലം ലഭിക്കും. വീട്ടിൽ ആരെങ്കിലും ഒരു പള്ളിയായി ഒരു റൂമിനെ വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പള്ളിയാണ്, അവിടെ ഇഅ്തികാഫ് ഇരുന്നാൽ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ഏതായാലും ഇഅ്തികാഫ് കരുതിയിരിക്കണം. നവൈതുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന് കരുതണം. ഇഅ്തികാഫ് വലിയ പ്രതിഫലമുള്ളതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നോമ്പിനെ പറ്റി പറഞ്ഞിടത്ത് ഇഅ്തികാഫിനെയും പറഞ്ഞിട്ടുണ്ട്. രാത്രി സമയത്ത്, നോമ്പിൻ്റെ രാത്രിയിൽ സ്ത്രീകളുമായി സങ്കലിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ അവസാനം കുറച്ച് കഴിഞ്ഞ് പറയുന്നുണ്ട്, സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, വലാ തുബാശിറൂഹുന്ന, പിന്നെ സ്ത്രീകളുമായി എന്ത് ചെയ്യരുത്, സങ്കലിക്കരുത് ഇഅ്തികാഫ് ഇരിക്കുന്ന സമയത്ത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ബുഖാരിയും മുസ്ലിമും ഒക്കെ റളിയല്ലാഹു അൻഹും റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി, ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ ഹത്ത തവഫാഹുല്ലാഹ്.
റമദാൻ മാസത്തിലെ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി ഇഅ്തികാഫ് ഇരുന്ന് അവിടുന്ന് വഫാത്താവുന്നത് വരെ വളരെയധികം ഇഅ്തികാഫിന് വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു, ഇഅ്തികാഫ് ഇബാദത്ത് ചെയ്തിരുന്നു എന്ന് കാണാം. അപ്പോൾ ഹദീസ് കൊണ്ടും ഖുർആൻ കൊണ്ടും ഒക്കെ സ്ഥിരപ്പെട്ട പൂർവികന്മാർ മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ച റമദാനിൽ പ്രത്യേകിച്ച് മഹാന്മാർ കാര്യമായി ചെയ്തു പോന്നിരുന്ന ഒരു വലിയൊരു ഇബാദത്താണ് ഇഅ്തികാഫ്. ഇൻഷാ അല്ലാഹ് റമദാൻ മാസത്തിലെ അവസാനത്തെ ദിനരാത്രങ്ങൾ നമ്മൾക്ക് വരുമ്പോൾ നാം അതിൽ പ്രത്യേകം ശ്രദ്ധ ഊന്നണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഹദീസിൽ കാണാം, അഹബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ വ അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ. വേറെയും കാണാം, ഖൈറുൽ ബിഖാഇ അൽ മസാജിദു വ ശർറുൽ ബിഖാഇ അൽ അസ്വാഖ്. ഏറ്റവും അള്ളാഹുക്ക് ഇഷ്ടമുള്ള ഇടം, സ്ഥലം, പ്രദേശം അത് അള്ളാഹുവിൻ്റെ പള്ളികളാണ്. അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള, വെറുപ്പുള്ള, മോശമായ ഇടം, സ്ഥലം, പ്രദേശം എന്നത് അത് അങ്ങാടികളാണ്. ഇന്ന് നാം അങ്ങാടികളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു, പള്ളികളിൽ വളരെ തുച്ഛമായി മാത്രമേ നമ്മൾ ഇരിക്കുന്നുള്ളൂ. നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരുപാട് അർഹമായ കാര്യങ്ങൾ ചെയ്യാനുള്ള വലിയ തൗഫീഖുള്ള ദിനരാത്രങ്ങളായി നമ്മൾ ഇന്ന് ഖബൂൽ ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞു ഞാൻ തൽക്കാലം നിർത്തുന്നു. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ക്വിസിൻ്റെ ചോദ്യമായിട്ട് നിങ്ങളോട് നൽകുന്നത്, പരിശുദ്ധ ഖുർആനിൽ ഞാൻ പറഞ്ഞുവല്ലോ അൽ ബഖറയിൽ ഇഅ്തികാഫിനെ പറ്റി പറയുന്നുണ്ട്. അത് ആ ആയത്ത് എത്രാമത്തെ ആയത്താണ് എന്ന് കണ്ടെത്തി ആ ഇഅ്തികാഫിനെ പറ്റി പറയുന്ന ആ ഭാഗം വലിയൊരായത്താണ്, ആ ഒരു പാർട്ട് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് എഴുതി അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.